ത്രിയേക ദൈവത്തിന് സ്തുതി. നോമ്പിന്റെ ഒന്നാം ദിവസം നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിത്യജീവന് ഗുണസമ്പുഷ്ടിയുള്ള ജീവിതം നയിക്കുക. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ 5-ാം അധ്യായം. നിത്യജീവൻ അഥവാ നിത്യത എല്ലാ വിശ്വാസിയുടെയും സ്വപ്നമാണ്. മരണാന്തരം ലഭ്യമാകേണ്ട ഒന്നായിട്ട് പലരും ഇതിനെ കാണുകയാണ്. പക്ഷെ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷ ഭാഗം മുഴുവൻ നിത്യജീവനുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രാർത്ഥനകളാണ്. ഭൗതിക ശരീരം ഒരു താൽക്കാലിക കൂടാരം മാത്രമാണെന്ന് പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സ്വർഗോന്നതിയിൽ ദൈവത്തെ സ്തുതിപ്പാനും ശുശ്രൂഷിപ്പാനും ദൈവം ഒരു ആത്മീയ ശരീരം തനിക്ക് നൽകുന്ന ദിവസത്തിനു വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഈ ലോകത്തിലെ ജീവിതം നിഷേധിച്ചുകൊണ്ടല്ല ഈ പറയുന്നത്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ദൈവിക ശുശ്രൂഷയും അതോടൊപ്പം ദൈവത്തിന് സ്തുതി നൽകുകയും ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് നിറവ് വരുവാനുള്ള ജീവിതത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം തുടക്കം കുറിക്കുന്ന നിത്യതയുടെ തുടർച്ചയാണ് ഭൗതിക ശരീരത്തെ വിട്ട ശേഷം നാം പ്രാപിക്കുന്നത്. ശുശ്രൂഷയുടെ തുടർച്ച എത്ര മഹത്വമേറിയ അവസ്ഥയോടൊപ്പം ന്യായവിധിയുടെയും കൂടെ ഉള്ളതാണ് നിത്യത. ന്യായം ഏതെന്ന് നിർണയിക്കപ്പെടുന്ന അവസ്ഥ. ക്രിസ്തു വെച്ചിരിക്കുന്ന ഒരു ഭയാനകമായ അനുഭവമല്ല ന്യായവിധി, പിന്നെയോ ദൈവിക പ്രമാണങ്ങളോടുള്ള ആദരവാണ് ന്യായം. താൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം തകർക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ആ ആദരവ്. ക്രിസ്തുവിനോട് സ്നേഹം അടിസ്ഥാനപ്പെട്ട് ജീവിതത്തെ ദൈവികമായ ഹിതത്തിനൊത്തവണ്ണം ക്രമപ്പെടുത്തുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. നിത്യതയെ ഭയപ്പെടാനല്ല, പ്രാർത്ഥനയോടെ ന്യായവിധിയെ ഓർത്ത് ദൈവഭക്തിയോടെ നോമ്പുകാലങ്ങൾ മുമ്പോട്ട് ജീവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.